യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഈ പുണ്യഭൂമിയിൽ വരാൻ പറ്റിയ അനുഗ്രഹത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ വരുന്നത് കുറവലങ്ങാട്ട് നിന്നാണ്. എൻ്റെ പേര് പ്രീതി. മുത്തിയമ്മയുടെ സന്നിധിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ ഞാൻ UK-യിലാണ്. UK-യിൽ നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വന്നത്. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. എൻ്റെ മോൾ അബിഗേൽ 2024 എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒരു ചെറിയ വട്ടത്തിൽ ഒരു പൊട്ടം പൊളിഞ്ഞ പോലെ വന്നു. അന്നേരം ഞങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞു, എന്ന് വെച്ചാൽ കുറച്ച് വീക്സ് കഴിഞ്ഞ് അത് വലുതായി കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ കണ്ടു കഴിയുമ്പോൾ കൊച്ചിന് സ്കൂളിൽ പോകാനും എല്ലാം ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ അത് കഴുത്തിലായതുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നു. മോളെയും കൊണ്ട് ഞങ്ങൾ GPA കാണിക്കാൻ പോയി. GPA കാണിക്കാൻ ചെന്നപ്പോൾ അവർ അപ്പോയിൻമെൻറ്റ് തന്നില്ല. അവർ പറഞ്ഞു ഫാർമസി പോയി മെഡിസിൻ മേടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ ഫാർമസി ചെന്നു, കൊച്ചിനെ കാണിച്ചു. അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അവർ ക്രീം തന്നു. അത് ഞങ്ങൾ അപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നത് മോർ ദാൻ വീക്സ് അത് അപ്ലൈ ചെയ്തു. എന്നിട്ടും അത് കുറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ബോഡിയിൽ. ബാക്കിൽ നോക്കിയപ്പോൾ ഇതേ സെയിം വലിപ്പത്തിൽ വേറെ ഒരെണ്ണവും കണ്ടു. ഞങ്ങൾക്ക് ആ ടെൻഷനായി. ഞങ്ങൾ വീണ്ടും GPയുടെ അടുത്ത് ചെന്നു. ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തന്നില്ല. അതിൻ്റെ ഫലമായി ഞങ്ങൾ പ്രൈവറ്റിൽ പോയി കാണിച്ചു. വെരി കോസ്റ്റ്ലി ആണ്. 25,000 രൂപയോളം വരും ഒരു അപ്പോയിൻമെൻറ്റിന്. ആ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഞാൻ കുഞ്ഞിനെ കാണിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. ആ സമയം അവർ പറഞ്ഞ് 2 മാസത്തോളം വെയിറ്റ് ചെയ്യണമെന്ന്. അത്ര നാളും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ചു. അവസാനം ആരോഗ്യ ആൻസർ ചെയ്ത് അപ്പോയിൻമെൻറ്റ് കിട്ടി. ആ സമയത്ത് അതിന് മുന്നേ കുഞ്ഞിനെ നാട്ടിൽ നിന്ന് ഞാൻ ഓൺലൈനിൽ കാണിച്ചായിരുന്നു. അതിനിപ്പോൾ ഒരു ക്രീം തന്നു. ആ ക്രീം അപ്ലൈ ചെയ്തപ്പോൾ അത് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 മാസത്തോളം ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു മോളെ ഞാൻ വീണ്ടും ഒന്ന് ബോഡി ചെക്ക് ചെയ്തോട്ടെ. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു അമ്മ എന്ന നിലയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ കാണുന്നത്. എൻ്റെ വിരൽ കുത്താൻ സ്പേസ് ഇല്ല. അതുപോലെ സ്കിന്ന് ഫുള്ളായി. അവർ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ്. എനിക്കത് കണ്ടിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നിയില്ല. ഞാൻ സഡൻ അപ്പോയിൻമെൻ്റ് എടുത്തു. പ്രൈവറ്റായിട്ട് കൊണ്ട് കാണിച്ചു. അവർ ഡയഗ്നോസിസ് ചെയ്തു കൊച്ചിന് സോറിയാസിസ് ആണ്. ഞങ്ങൾക്കത് ആ നിമിഷം ഞങ്ങൾ തകർന്നു പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. കൊച്ചിൻ്റെ തല നിറയെ താരനായി. അത് സോറിയാസിസ് ആയിരുന്നു. ഞങ്ങളത് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഫുള്ള് ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നേ. വളരെ വളരെ ദയനീയ അവസ്ഥയിലായി. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഡോക്ടർ ഞങ്ങളെ ഇരുത്തി ഈ കുഞ്ഞിൻ്റെ ലൈഫ് മുഴുവൻ ഞാനിത് സഫർ ചെയ്യണം. കുഞ്ഞത് സഫർ ചെയ്തേ പറ്റൂ. ഇതിന് വേറെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഓൺ ആൻഡ് ഓഫ് വന്നും പോയും തന്നെ ഇരിക്കും. ഇതെല്ലാം കേട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ജീവിതം അടുത്തൊരവസ്ഥയിലായി. മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാതായി. ഞാൻ പല പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് മരിച്ചാലോ, ഈ കുഞ്ഞിനിങ്ങനെ കാണാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ലൈഫിൽ എനിക്കങ്ങനെ ജീവിക്കാനും പറ്റത്തില്ല. ഞാനത് അങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങളെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാതായി. അവരെ വെറുത്തു തുടങ്ങി. ഞാൻ ദൈവത്തിൻ്റെ മുഖത്തോട് നോക്കാതെയായി. കാരണം ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ പോലും ഞാൻ എന്നും കർത്താവിന് പ്രാർത്ഥിക്കാൻ, കർത്താവേ മാറാവ്യാധിയും തീരാ ദുഃഖവും ഒരിക്കലും തരരുതേ എന്ന്. പക്ഷേ എനിക്കത് തന്നു. ഞാൻ എന്നിട്ട് കർത്താവിനെല്ലാം നിരസിച്ചു. ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ മുഖത്ത് നോക്കത്തില്ല, രൂപ കൂട്ടി നോക്കത്തില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ മനസ്സ് വീണ്ടും തണുത്തു. ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, നീ എന്തിനെനിക്കിത് തന്നു? ഞാൻ നിന്നോട് എന്ത് തരരുതെന്ന് പറഞ്ഞോ, നീ അതെനിക്ക് തന്നു. ഞാൻ അതിന് വീണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ വീണ്ടും ഞങ്ങൾ ഓൺലൈനിൽ കാണിച്ചു. വീണ്ടും ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് അവർ വീണ്ടും കൺഫേം ചെയ്ത് ഇത് സോറിയാസിസ് ആണ്. ഞാൻ കുഞ്ഞിനെ നാട്ടിൽ കയറ്റി വിട്ടു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. കുഞ്ഞ് തന്നെ നാട്ടിൽ പോയി അവളെ കൊണ്ട് കാണിച്ച ഡോക്ടറും ഇത് തന്നെ പറഞ്ഞു. കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെ പറ്റിയെല്ലാം ഞങ്ങളോട് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. ഇതിന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കത്തില്ല, എനിക്കിത് കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു, ഒരു 12 ദിവസം നിങ്ങളൊരു മെഡിസിൻ അപ്ലൈ ചെയ്യരുത്, ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണം, ബയോപ്സി സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മമ്മി ഇവിടെ ഓൺലൈനല്ല, എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ തൈലം ഉണ്ടായിരുന്നു, തേനുണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു. കുഞ്ഞ് നാട്ടിൽ ചെന്നപ്പോൾ തൊട്ട് അത് അപ്ലൈ ചെയ്ത് തുടങ്ങി. തേൻ കൊടുത്തു തുടങ്ങി, ഉപ്പ് കൊടുത്തു തുടങ്ങി. എൻ്റെ കൊച്ചിന് സ്കൂളിൽ ഡയഗ്നോസിസ് പ്രൂവ് ചെയ്യണമായിരുന്നു, ഇല്ലാങ്കിൽ ഞങ്ങൾക്ക് ഫൈൻ അടിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് അവർ ഡയഗ്നോസിസ് തന്നു, കൊച്ചിന് സോറിയാസിസ് ആണ്. ഞങ്ങൾ സ്കൂളിൽ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 12ാമത്തെ ദിവസമായി ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു.
കാണിച്ചു. അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. അതെല്ലാം ഉണങ്ങി തുടങ്ങിയിരുന്നു. ജസ്റ്റ് പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നിറയെ മെഡിസിൻ തന്നു. ഞങ്ങൾ എക്സ്ട്രാ മെഡിസിൻ മേടിച്ചു. കാരണം എപ്പോഴും വന്നു പോകാൻ നടക്കത്തില്ല. ഒരു പെട്ടി നിറയും കുഞ്ഞിന് 1 വർഷത്തിന് മേലുള്ള മെഡിസിനുമായിട്ടാണ് എൻ്റെ കുഞ്ഞ് തിരിച്ച് തന്നെ കയറി വരുന്നത്. അവിടെ നിന്ന് വന്നു. ഞാൻ ആ മെഡിസിൻ തൊടാൻ പോയില്ല, ഒന്നും അപ്ലൈ ചെയ്തില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആ സമയത്ത് കുഞ്ഞ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. കൃപാസനത്തിൽ എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു. വിശ്വാസമില്ലാന്ന് എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്നെ കെട്ടിച്ചു വിട്ടത് മാർത്തോമയിലാണ്. കത്തോലിക്കയിൽ നിന്ന് മാർത്തോമയിലിട്ട് പോയി. രണ്ടാമത്തെ കാര്യം, എനിക്ക് പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ കൊറലങ്ങാട് മുത്തിയമ്മയുടെ അടുത്താണ് മാതാവ് ആദ്യമായിട്ട് ലോകത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. 1. 2, ഞാൻ ജോലി ചെയ്യുന്ന UK-ലും അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെടുത്ത പള്ളിയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ആ മാതാവുമുണ്ട്, കൊറലങ്ങാട്ട മാതാവുണ്ട്, ഇവിടുത്തെ മാതാവുണ്ട്. ഈ മാതാവെല്ലാം എനിക്ക് കൂട്ടുണ്ടായിട്ട് എനിക്ക് വന്നല്ലോ എന്ന രീതിയിൽ. പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ ഫസ്റ്റ് നിയോഗം എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. എനിവേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് 1 ആഴ്ച കഴിഞ്ഞ് ഇനിയിപ്പം കുഞ്ഞ് തിരികെ കയറി വന്നു. ഞാൻ പിന്നെ ഒന്നും അപ്ലൈ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ പോയപ്പം തല നിറയെ താരനും ഇവിടെ ഫ്രണ്ട് വരെ ഇവിടം വരെ ഇറങ്ങിയായിരുന്നു. അതെല്ലാം ഞാൻ തിരികെ വന്നപ്പോഴില്ല. ദേഹത്തെ എല്ലാം ഉണങ്ങി തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ നിയർലി 1 ഇയർ ആവുക. ഇന്ന് വരെ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. കംപ്ലീറ്റ്ലി നോർമൽ സ്കിന്നാണ് എൻ്റെ മോൾക്കിപ്പം. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയാൻ, എനിക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ അവിടെ ഒരു കെയറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വിസ തീരാറായി. ഞാനൊരു നേഴ്സാണ്. ഞാൻ CBT OSCE എഴുതി. അതും എൻ്റെ അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പാസ്സായി. എനിക്ക് ആ സമയത്താണ് എൻ്റെ വിസ തീരുന്നു, കുഞ്ഞിന് വയ്യാണ്ടായത്. ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ കുഞ്ഞിന് തന്നെ കൊടുത്തു. ഞാനൊന്നും ഇൻ്റർവ്യൂവിന് വേണ്ടി ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായി ഞാൻ ഇൻ്റർവ്യൂവിന് സെൻഡ് ചെയ്തതല്ല, അവർ റിജക്റ്റ് ആക്കി വിട്ടു. ഈ കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് കുഞ്ഞിൻ്റെ ഏകദേശം കഴിഞ്ഞപ്പോഴാണ് ഞാനത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്ലൈ ചെയ്ത് എനിക്ക് ഇൻ്റർവ്യൂ വന്നു. അത് ഒരു 2:30-ക്കായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിന് എനിക്ക് ടൈം കിട്ടിയത്. അതിന് മുന്നേ 2 മണിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, 2:30-ക്കുണ്ട്. ഞാൻ 2:30-ക്ക് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ ഉപ്പെല്ലാം ഇട്ട്, മമ്മി എനിക്ക് ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പെല്ലാം ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് തന്നെ അവരെന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പാസ്സായി. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ വർഷങ്ങളായി ജോലി ചെയ്യാതിരിക്കുന്ന ഒരാളാണ്. അതിനേക്കാളുപരി ആ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്ത് 75 പേരാണ്. അതിൽ HR എടുത്തത് 35 പേരെ. ഞങ്ങൾ വാർഡ് മാനേജറെ എടുത്ത് സെലക്ട് ചെയ്ത് 15 പേരെ. അതിൽ 3 പേരെ പാസ്സായുള്ളൂ. അതിലൊരാൾ ഞാനാണ്. എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല ഞാൻ ഒരിക്കലും പാസ്സായത്. ഞാനൊരു ആവറേജ് എന്നല്ല, ബിലോ ആവറേജ് എന്ന് പറയാൻ അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ജോലി ചെയ്തില്ല. എൻ്റെ ദൈവം എന്നെ ഉയർത്തി. അമ്മ മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു. അതുപോലെ തന്നെ വേറെ എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ കൊച്ചിന് അവൻ സംസാരിക്കാറില്ലായിരുന്നു. അത് കിട്ടി. അത് മോനില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് തിരിയിലൂടെ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. പിന്നെ ഞാൻ ആ മോനെയും കൊണ്ട് എടുത്ത് ഇവിടെ നിൽക്കുന്ന മാതാവ് എൻ്റെ കയ്യിൽ നിൽക്കുന്ന അങ്ങനെ സ്വപ്നം കണ്ടു. അച്ഛൻ എന്നെ തലയെ പിടിച്ച് അനുഗ്രഹിക്കുന്നു കുഞ്ഞിനെ. അങ്ങനെ അമ്മ മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു. അത് തന്നെയല്ല, ഞാൻ ഡേറ്റ് ഇട്ട് വേണ്ടിയാണ് ഇൻ്റർവ്യൂ പാസ്സായിട്ടും അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോ അതെല്ലാം ആ ഡേറ്റിൽ തന്നെ സംഭവിച്ചു. ഞാൻ പ്രതീക്ഷിക്കുന്നതിന് വളരെ ഭംഗിയായി ഞാൻ ഡ്യൂട്ടിക്ക് കയറി. ഞാൻ ഡ്യൂട്ടിക്ക് ഓരോ ദിവസം പോകുമ്പോൾ വളരെയേറെ ടെൻഷനോടെയാണ് പോയത്. എങ്കിൽ പോലും ഓരോ ദിവസം വളരെ ഭംഗിയായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ എനിക്ക് സഹായിച്ചു. ഇതിനെല്ലാം എൻ്റെ അമ്മ മാതാവാണ് എന്നെ സഹായിച്ചത്. അതുപോലെ അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി എടുത്ത് തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പോലും അറിയാതെയാണ് നടക്കുന്നത്. അത്രയും ഭംഗിയായിട്ട് എൻ്റെ അമ്മ മാതാവ് യേശുവപ്പനും എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്ന എല്ലാ മാസവും ഒരു തുക ഒന്നെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ സാധനങ്ങളായി മേടിച്ചു കൊടുക്കും. ഇവിടെ കൃപാസനത്തിൽ വരാനായിട്ട് പൈസ കൊടുക്കാറുണ്ട്. അതുപോലെ അതിന് മുന്നേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഈ പിള്ളേരുടെ ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ ആഘോഷിക്കാറില്ല. ഇതൊക്കെ ഏതെങ്കിലും ചാരിറ്റിയിലോട്ട് ഞങ്ങൾ കൊടുക്കാറ്. അതല്ലാതെ ആവശ്യങ്ങൾ വരുന്നിടക്കും അന്നും കൊടുക്കാറുണ്ട്. ഇപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ ഒത്തിരി ഇതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡ്യൂട്ടി ഇതെല്ലാം അവരതനുസരിച്ച് ചെയ്യാൻ പറ്റും പോലെ പള്ളിയിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കൂടുതലും ഞാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് പൈസപരമായിട്ടും അല്ലാത്തപരമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ കൂടുതൽ ചെയ്തു കൊടുത്തത്.
അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. സങ്കീർത്തനം 32:7. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും കൂടെയുണ്ടെന്നും നമ്മളെ കൈവിടാതെ പിടിച്ചു നിർത്തുന്നതുമാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് മനസ്സിൻ്റെ സമാധാനവും രോഗസൗഖ്യവും ജോലി സാധ്യതകളും എന്തൊക്കെയോ പല ആഗ്രഹങ്ങളുമായിട്ടാണ് നാം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഈ ആലയം അഭയത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരു സ്ഥലമാണ്, ഒരു ഉറവിടമാണ്. നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ കഴിയുന്ന ഒരു ആലയമാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഈ അഭയസ്ഥലത്തേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. അമ്മ നമ്മെ രക്ഷകനായ യേശുവിലേക്കും സൗഖ്യദാതനായ ഈശോയിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. ഈശോയിലേക്ക് കൊണ്ടുപോകുന്നതും രോഗസൗഖ്യം ലഭിച്ചതുമായ ഒരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് പ്രീതി ഇമ്മാനുവൽ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യം തന്നെ ഈ മക്കൾ പറഞ്ഞു, സ്വന്തം അമ്മയാണ് കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ മക്കൾ ഓൺലൈനിൽ കൂടിയാണ് പ്രാർത്ഥിച്ചതും. വളരെ പ്രശ്നമായിരുന്ന, വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു അവസരമായിരുന്നു. സ്കിൻ അലർജിയും ഫംഗൽ ഇൻഫെക്ഷനുമായിട്ട് വളരെ ബുദ്ധിമുട്ടിയ സമയവും ദിവസങ്ങളും മാസങ്ങളുമായിരുന്നു. ഈ മകൾ പറഞ്ഞ പോലെ വിരൽ കുത്താൻ പോലുമുള്ള സ്പേസ് ഇല്ലായിരുന്ന ശരീരത്തിൽ. പിന്നീടാണ് സോറിയാസിസ് എന്ന രോഗം മനസ്സിലാക്കുകയും പിന്നീട് ആകെ തളർന്ന നിമിഷത്തിൽ നാട്ടിലേക്ക് പോരുകയും ഈ മകളെ ഒറ്റയ്ക്കാണ് നാട്ടിലേക്ക് വിട്ടത്. പിന്നെ മകൾ തിരിച്ചു പോയപ്പോൾ ഒരു ബോക്സ് നിറയെ മരുന്നുമായിട്ടാണ് ഈ മകൾ തിരിച്ചെത്തിയത്. കൂടെ സ്വന്തം അമ്മ കൊടുത്തുവിട്ട ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തേനും ഈ മകൾ കൊണ്ടുപോയിരുന്നു. നാട്ടിൽ വന്നപ്പോൾ വല്യമ്മ, അതായത് ഗ്രാൻഡ് മദർ, തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഈ മകൾക്ക് കൊടുത്തിരുന്നു. ഗ്രാൻഡ് മദർ ഉടമ്പടിയിലാണ്. ആ ഗ്രാൻഡ് മദറുടെ വിശ്വാസപൂർണ്ണമുള്ള പ്രാർത്ഥനയിൽ വിശ്വസിച്ച് ആ അമ്മ തന്നെയാണ് കൊച്ചുമകളുടെ കയ്യിൽ ഒരു ബോക്സ് നിറയെ മരുന്നിനോടൊപ്പം ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളും കൊടുത്തുവിട്ടത്. പിന്നീട് ഈ മകൾ തന്നെ പറഞ്ഞു, പ്രീതി തന്നെ പറഞ്ഞു, ഒരു ബോക്സ് നിറയെ മെഡിസിനുമായി കുഞ്ഞ് തിരിഞ്ഞു വന്ന് കണ്ടപ്പോൾ ഹൃദയം തകർന്ന ഒരു നിമിഷമായിരുന്നു. പക്ഷെങ്കിൽ അവിടെയാണ് ഈ മകളുടെ വിശ്വാസം ഉയർത്തെഴുന്നേറ്റത്. ആ നിമിഷം തന്നെ കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും പല പള്ളികളിൽ പോവുകയും ചെയ്യുമായിരുന്നു. പല സ്ഥലങ്ങളിൽ മകളിപ്പം കഴിയുന്നത് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ്. മകളുടെ സ്വന്തം വീടും അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ്. പക്ഷെങ്കിൽ കൃപാസനം അമ്മയിൽ വിശ്വാസമർപ്പിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഈ മകൾ ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ് ഈ മകളുടെ രോഗത്തിന് സൗഖ്യമാകുവാനായിട്ട് പ്രാർത്ഥിച്ച് ഉപയോഗിച്ചത്. സോറിയാസിസ് എന്ന രോഗത്തിൽ നിന്നാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. അസാധ്യമായി തോന്നിയ നിമിഷം, തളർന്നു പോയ നിമിഷം, തകർന്നു പോയ നിമിഷം ഈശോയിൽ പ്രത്യാശ അർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ മകൾക്ക് ഈ വലിയ രോഗത്തിൽ നിന്ന് രോഗസൗഖ്യം ലഭിച്ചത്. അസാധ്യമാണെന്ന് തോന്നിയ കാര്യമാണ് സാധ്യമാക്കി തന്ന ദൈവം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ ഈ മകളുടെ ജീവിതത്തിൽ കടന്നു ചെന്ന് രോഗസൗഖ്യം കൊടുക്കുകയായിരുന്നു. പിന്നീട് വന്നത് വിസ തീർന്നപ്പോൾ ആ കാര്യവും ഈശോയും അമ്മയും ഇടപെട്ട് പിന്നീട് ഒരു ജോലി കാര്യമായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറഞ്ഞത്. പല വ്യക്തികളും ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെങ്കിൽ ഈ മകളെ സെലക്ട് ചെയ്തെങ്കിൽ അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിന് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. വിത്ത് ഗ്രേസ് ഓഫ് ഗോഡ് എവറിത്തിങ് ഈസ് പോസിബിൾ എന്നാണ് ഈ മകൾ പറഞ്ഞത്. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് ആ ജോലി ലഭിക്കുകയും ഈ വലിയൊരു രോഗസൗഖ്യം നൽകുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും അസാധ്യമാകുന്ന തോന്നുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ദൈവമാണ് നമ്മുടെ അഭയസ്ഥാലം. ദൈവം നമ്മുടെ രക്ഷകനാണ്, സൗഖ്യദാതാവാണ്. നമ്മൾ തളരുന്ന നിമിഷങ്ങളിൽ, തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഉടമ്പടി ജീവിതത്തിൻ്റെ മക്കൾക്ക് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ അഭയസ്ഥലം യേശുവാണ്, ഈശോയാണ്. ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്.
നമ്മൾക്ക് ഈ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമ്മുടെ അഭയസ്ഥലത്തേക്ക്, നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്ര തുടരാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യത്തിന്, സോറിയാസിസ് എന്ന രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.